നടപടികളിലേക്ക് കടക്കുമെന്ന എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ? ഉടൻ അറസ്റ്റ് ഉണ്ടാവില്ല എന്ന് SFIO കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന കാര്യം കോടതിയും SFIയോട് അന്വേഷണ ഏജൻസിയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതങ്ങനെ നിൽക്കുകയാണ്. ഉടൻ അന്വേഷണം ഉണ്ടാവില്ല എന്ന കോടതിയിൽ SFIO എടുത്ത നിലപാടിനപ്പുറത്തേക്ക് കോടതിയിൽ നിന്നും അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന തരത്തിൽ ഏറ്റവും അനുകൂലമായൊരു തീരുമാനം ഉണ്ടായാൽ സ്വാഭാവികമായും അവർക്ക് അറസ്റ്റ് ഉൾപ്പെടെ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാം. ഒന്ന് ആലോചിച്ച് നോക്കണം, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ പോലും അതിന് വലിയ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളുണ്ടാവും, വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളുണ്ടാവും. അങ്ങനെ അത് മാറുകയോ ചെയ്യും. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് പോലും വലിയ രീതിയിൽ ക്ഷീണമുണ്ടാക്കുന്ന നടപടിയാണ്. നമ്മൾ കണ്ടതാണ് KSIDCയുടെ തിരുവനന്തപുരത്തെ ആസ്ഥാനത്ത് SFIയോയുടെ അന്വേഷണ സംഘം എത്തി പരിശോധന നടത്തിയത്. അതായത് SFIO അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ സമീപിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ സംഘം, അന്വേഷണ സംഘം KSIDCയിലെത്തി പരിശോധന നടത്തി. അങ്ങനെ വളരെ ചടുലമായൊരു നീക്കമാണ് കോടതിയിൽ ഈ അന്വേഷണ സംഘം വേഗത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നീക്കത്തിൽ തന്നെയാണ് 1,72,00,000 രൂപയുടെ മാസപ്പടി കിട്ടി എന്ന രേഖകൾ തങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം SFIO വ്യക്തമാക്കുകയും ചെയ്തത്. പിന്നീട് ഈ വരും ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷണം അല്പം മന്ദഗതിയിലായിരുന്നോ എന്ന് വേണം നമുക്ക് സംശയിക്കാൻ. കാരണം അന്വേഷണ ഏജൻസിയുടെ മറ്റു നീക്കങ്ങളൊന്നും നമുക്ക് ഇത് സംബന്ധിച്ച് ഇതുവരെ മറ്റൊരു വ്യക്തത ഉണ്ടായിട്ടില്ല. പക്ഷേ കോടതിയിൽ നിന്നും അനുകൂലമായൊരു വിധി വന്നാൽ വളരെ വേഗത്തിൽ കാര്യങ്ങൾ നീങ്ങും. ഇതിൽ സുപ്രധാനമാവുക വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ സർക്കാരിൻ്റെ മറ്റ് ഏജൻസികളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതുമായി നമുക്ക് ചേർത്ത് വായിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് CMRL. അതായത് കരിമണൽ ഇടപാടുകളുമായി ബന്ധപ്പെട്ട്, കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കരിമ്പട്ടികയിലുള്ള ഏറെ പേരുദോഷം കേൾക്കുന്ന ആ കമ്പനിയുടെ ഉടമകളിൽ നിന്നും ഈ വീണ വിജയൻ്റെ കമ്പനി എക്സാലോജിക് മാസപ്പടിയായി 1,72,00,000 രൂപ വിവിധ വർഷങ്ങളിലായി വാങ്ങിയെടുത്തു എന്നതാണ് ഈ വിവാദങ്ങളിൽ, മാസപ്പടി വിവാദത്തിന് അടിസ്ഥാനമായ കാര്യം. ഇവിടെയാണ് അങ്ങനെ മാസപ്പടി CMRL എന്ന കമ്പനി നൽകിയെങ്കിൽ അതിന് പ്രത്യുപകാരമായി അവർക്ക് എന്ത് ലഭിച്ചു എന്ന ചോദ്യം ഉയരുന്നത്. അത് ഇതുവരെയും പുറത്തു വരുന്ന കാര്യമല്ല. പക്ഷേ ഈ പ്രത്യുപകാരം എന്തായിരുന്നു എന്ന ചോദ്യത്തിനാണ് കരിമണൽ ഖനന അനുമതി നൽകുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിലായിരുന്നു സർക്കാർ. അതിനുവേണ്ടിയാണ് ഇത്തരം മാസപ്പടി ഈ കമ്പനി മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് നൽകിക്കൊണ്ടിരുന്നത് എന്ന പ്രതിപക്ഷ ആരോപണമുണ്ട്. അത് രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഉയർന്നു കേൾക്കുകയാണ്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തുവിട്ട ഒരു പ്രധാനപ്പെട്ട രേഖയിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, 2019 ഇനി പൊതുമേഖലയിൽ മാത്രമേ കരിമണൽ ഖനനം പാടുള്ളൂ എന്ന കൃത്യമായ കേന്ദ്ര നിർദ്ദേശം വന്നിട്ടും 2023 അവസാനം ഡിസംബർ മാസം മാത്രം ഈ CMRLന് മുമ്പ് നൽകിയിരുന്ന അനുമതി റദ്ദാക്കാൻ 4 വർഷം കാത്തിരുന്നു സർക്കാർ എന്ന പ്രധാനപ്പെട്ട രേഖ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടതാണ്. അത്തരം കാര്യങ്ങൾ നിലവിലുള്ളപ്പോൾ പലപ്പോഴും പ്രതിക്കൂട്ടിലാവുന്ന സർക്കാരാണ്. അതായത് ഈ കമ്പനിക്ക് വേണ്ടി എന്തോ അവിഹിത ഇടപെടലിന് വേണ്ടി സർക്കാർ ശ്രമം നടത്തിയിരുന്നു. ഒടുവിൽ ഈ വിവാദമുണ്ടായപ്പോൾ പിൻവലിഞ്ഞതാണ് എന്നതാണ് പ്രതിപക്ഷ ആരോപണം. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ട് തുടർന്ന് ഉയരാൻ പോകുന്ന വിവാദങ്ങളുടെ മറ്റൊരു മുഖമായിരിക്കും അത്. കാരണം വീണ വിജയൻ രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ നിയമപരമായി അന്വേഷണം നേരിടുകയും അതിൽ പ്രതിക്കൂട്ടിലാവുകയും ചെയ്യുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും ഈ വിവാദങ്ങളും അതുമായി ചേർത്ത് വായിക്കപ്പെടും. അവിടെയാണ് സംസ്ഥാന സർക്കാരിനെ ഈ കേസും ഇതിൻ്റെ തുടർ വിവാദങ്ങളും പ്രതിക്കൂട്ടിലാക്കാൻ പോകുന്നത്. ഒരുപക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി അങ്ങനെ എങ്കിൽ അത് മാറിയേക്കാം എന്നതാണ് സാഹചര്യം. എല്ലാവർക്കും ആകാംക്ഷയുണ്ട്, CPM കേന്ദ്രങ്ങൾക്ക് ആകാംക്ഷയുണ്ട്, ഈ വീണ വിജയനും സ്വാഭാവികമായും ആകാംക്ഷയുണ്ടാവും. അതിനും അപ്പുറത്തേക്ക് പ്രതിപക്ഷ ചേരിയിലുള്ളവരൊക്കെ ഈ കേസുമായിൻ്റെ തുടർ നടപടികളിൽ അങ്ങേറ്റം ആകാംക്ഷയോടെ വീക്ഷിക്കുകയാണ്. കാരണം കോടതി നടപടികൾ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയും അന്വേഷണ ഏജൻസിയും തമ്മിലുള്ള ഇടപാടും നിയമനീക്കങ്ങളും മാത്രമല്ല, അത് രാഷ്ട്രീയമായ പ്രത്യാഘാതം ഉണ്ടാക്കാൻ കഴിയുന്ന, രാഷ്ട്രീയമായ നീക്കങ്ങൾക്കിടവെക്കുന്ന ഒരു നീക്കമായി അത് മാറും എന്നതാണ് പക്ഷേ വീണയുടെ ഹർജി തള്ളി എന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത്. ടോം, വീണ വിജയന് കോടതിയിൽ നിന്നും തിരിച്ചടി. കർണാടക ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നു. ജസ്റ്റിസ് നാഗപ്രസന്നയുടെ വിധി വീണ വിജയന് തിരിച്ചടിയാണ്. SFIO അന്വേഷണം തുടരും. SFIO അന്വേഷണം അന്വേഷണ ഏജൻസിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വന്നിരിക്കുന്നത്.
കോർട്ട് പെറ്റീഷൻ ഈസ് ഡിസ്മിസ്ഡ് എന്ന പ്രധാനപ്പെട്ട തീരുമാനമാണ് വന്നിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം തിരിച്ചടിയായി മാറുന്നു. SFIO എന്ന അന്വേഷണ ഏജൻസിക്ക് വളരെ വേഗത്തിൽ എക്സാലോജിക് കമ്പനിയുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താം. എക്സാലോജിക്കിന്റെ രേഖകൾ പിടിച്ചുവെക്കാം. വേണമെങ്കിൽ വീണ വിജയനെ ചോദ്യം ചെയ്യാം, അറസ്റ്റ് ചെയ്യാനടക്കമുള്ള സാധ്യതകളിലേക്ക് നീങ്ങാമെന്ന പ്രധാനപ്പെട്ട നീക്കമാണ് ഉണ്ടാവുന്നത്. എക്സാലോജിക് കമ്പനിക്ക് അങ്ങേയറ്റം തിരിച്ചടി. ഈ കമ്പനി SFIO അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. അന്വേഷണ ഏജൻസിക്ക് മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ല എന്ന പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ജസ്റ്റിസ് M നാഗപ്രസന്നയുടെ ബെഞ്ച് നടത്തിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്ത് അങ്ങേയറ്റം പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെ ഇടവെക്കുന്ന വിധിയായി ഇത് മാറുന്നു എന്നതാണ്. CPM കേന്ദ്രങ്ങളുടെ പ്രതികരണം എന്താണെന്ന് പ്രസക്തമാണ്. പ്രതിപക്ഷ ചേരിയിലുള്ളവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ്. ഒപ്പം തന്നെ ഈ SFIO അന്വേഷണത്തിന് ഇടവെച്ച ഷോൺ ജോർജിന്റെ പരാതി ആണ് അത്തരം ഇടവെച്ചത്. അവരൊക്കെ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് വളരെ പ്രസക്തമാണ്. വീണ വിജയന് കോടതിയിൽ നിന്നും തിരിച്ചടി. SFIO അന്വേഷണവുമായി മുന്നോട്ട് പോകാം. അന്വേഷണ ഏജൻസിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ലെന്ന പ്രധാനപ്പെട്ട തീരുമാനം വന്നിരിക്കുന്നു. SFIO അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജി തള്ളിയിരിക്കുന്നു. സജിത്ത്, എന്തായാലും വീണ വിജയനെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും വലിയൊരു തിരിച്ചടി തന്നെയാണ്. SFIO അന്വേഷണം തുടരാമെന്ന് ഇപ്പോൾ കർണാടക ഹൈക്കോടതി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ SFIOയുടെ തുടർ നീക്കം എന്തായിരിക്കും? കാരണം നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉടൻ ഉണ്ടാകില്ല എന്ന്. എന്തായാലും കോടതിയിൽ നിന്നും വീണ വിജയന് തിരിച്ചടി കിട്ടിയ സാഹചര്യത്തിൽ SFIOയ്ക്ക് അന്വേഷണവുമായി ഈ മാസപ്പടി വിവാദവുമായി മാസപ്പടി കേസിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇനി തുടർ നീക്കം എന്തായിരിക്കുമെന്ന് എന്തെങ്കിലും സൂചനകൾ ലഭ്യമാണോ സജിത്ത്? അതെ, അങ്ങേറ്റവും പ്രസക്തമായ നീക്കത്തിലേക്കാണ് കോടതി എത്തിയിരിക്കുന്നത്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ SFIOയുടെ അന്വേഷണം, അവർക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം. മാസപ്പടി കേസിൽ പ്രധാനപ്പെട്ട നീക്കം ഇനി ഉണ്ടാവുന്നു എന്നതാണ്. മാസപ്പടി കേസിൽ വീണ വിജയന് തിരിച്ചടി. SFIO അന്വേഷണം തുടരാം. എക്സാലോജിക് എന്ന കമ്പനി നൽകിയ ഹർജി തള്ളി. വീണ വിജയന് രാഷ്ട്രീയപരമായി തന്നെ വലിയ പ്രത്യാഘാതമുണ്ടാക്കുന്ന കോടതി വിധിയായി ഇത് മാറുന്നു എന്നതാണ് സാഹചര്യം. ഇത് വീണ വിജയൻ എന്ന വ്യക്തിക്കുണ്ടായ തിരിച്ചടി മാത്രമല്ല, സംസ്ഥാന സർക്കാരിനെതിരെയാണ്, മുഖ്യമന്ത്രിക്കെതിരായി ഈ കോടതി വിധി മാറുന്നു എന്നതാണ്. ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മറ്റ് തടസ്സങ്ങളില്ല എന്നതാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. നമുക്ക് വീണ വിജയന്റെ വാദം പരിശോധിക്കാം. വീണ വിജയൻ പറഞ്ഞത് നിലവിൽ രജിസ്ട്രാർ ഓഫ് കമ്പനി ROC നടത്തുന്ന അന്വേഷണമുണ്ട്, പിന്നെ എന്തിന് മറ്റൊരു കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണമെന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. ഈ വാദം കോടതി അംഗീകരിച്ചില്ല. SFIOയ്ക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം, അതിന് മറ്റ് തടസ്സങ്ങളില്ല എന്ന നിലപാട് തന്നെ ഈ വിഷയത്തിൽ കോടതി സ്വീകരിച്ചിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ കോടതി വിധി അങ്ങേയറ്റം പ്രധാനമുള്ളതാണ്. ഇതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതമടക്കം അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ്. ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. അതിനിടയിലാണ് ഈ കോടതി വിധി വരുന്നത് എന്ന ഏറെ പ്രത്യേകത ഉണ്ടാക്കുന്ന കാര്യം കൂടിയുണ്ട്. എന്തായാലും ഈ കോടതി വിധി ഏറെ പ്രധാനപ്പെട്ടതാണ് എന്നതാണ് നീക്കം. എന്തായാലും കോടതിയുടെ നിരീക്ഷണങ്ങളുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോവാൻ അല്പം തടസ്സമുണ്ട്. കാരണം ഇതിന്റെ കോടതി വിധിയുടെ വിശദാംശങ്ങൾ നാളെ മാത്രമേ അവർ അപ്ലോഡ് ചെയ്യുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് അല്പം കൂടി കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാൻ ചെറിയ തടസ്സങ്ങളുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, വീണ വിജയന് അസാധാരണമായ തിരിച്ചടി കോടതിയിൽ ഉണ്ടാവുന്നു എന്ന് തന്നെയാണ്. മഞ്ജുഷ്, സജിത്ത്, ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് കൂടി ഇന്ന് ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക തയ്യാറാക്കുന്ന സമയത്ത് തന്നെയാണ് CPM-ന് ശക്തമായ ഒരു തിരിച്ചടിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇത് പെറ്റീഷൻ ഡിസ്മിസ്ഡ് എന്ന ഒരു ഒറ്റ വാചകം മാത്രമാണ് എന്ന് കർണാടക ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നാളെ അപ്ലോഡ് ചെയ്യുമെന്നാണ്, ഉത്തരവിന്റെ ബാക്കി കാര്യങ്ങൾ നാളെ അപ്ലോഡ് ചെയ്യുമെന്നാണ്. പക്ഷേ പെറ്റീഷൻ ഡിസ്മിസ്ഡ് എന്ന് പറയുമ്പോൾ പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SFIOയുടെ അന്വേഷണം റദ്ദാക്കണം എന്നുള്ളതാണ്. അപ്പോൾ SFIOയുടെ അന്വേഷണം റദ്ദാക്കില്ല എന്ന് പറയുമ്പോൾ SFIOയ്ക്ക് തുടർ നടപടിയുമായി മുന്നോട്ട് പോകാമെന്നാണ്. ഇപ്പോൾ തന്നെ രേഖകൾ ഹാജരാക്കണമെന്ന് എക്സാലോജിക്കിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ എക്സാലോജിക് രേഖകൾ ഹാജരാക്കിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും